Hello dears, Class 4 Maths Unit 2 Beyond 1000 Review Activities പേജ് നമ്പർ 33 ആൻഡ് 34 ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ ലെസൺ ആക്ടിവിറ്റീസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. For the race, the organizing committee had given numbers from 5000 to 5050 to the cars. How many cars were in the race? എന്താണ് ക്വസ്റ്റ്യൻ? ഫോർ ദ റേസ്, ഒരു മത്സരത്തിന് വേണ്ടി ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5000 to 5050 ടു ദ കാർസ്. സംഘാടക സമിതി കാറുകൾക്ക് രജിസ്ട്രേഷൻ നമ്പറുകൾ കൊടുത്തു 5000 മുതൽ 5050 വരെ. അപ്പോൾ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഹൗ മെനി കാർസ് വേർ ഇൻ ദ റേസ്, എത്ര കാറുകൾ ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകും എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എത്ര കാറുകൾ പങ്കെടുത്തിട്ടുണ്ടാവും എന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്കൊരു ക്ലൂ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 5000 to 5050 വരെയാണ് രജിസ്ട്രേഷൻ നമ്പറുകൾ കാറുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാറിന് ഒരു രജിസ്ട്രേഷൻ ഒരു നമ്പർ മാത്രമേ ഉണ്ടാവൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര കാറുകൾ പങ്കെടുത്തു എന്ന് നമ്മൾക്ക് എങ്ങനെ കാണാം? 5000 മുതൽ 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ. 5000 to 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? 5001 to 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 to 50, 1 മുതൽ 50 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 50 നമ്പേഴ്സ് അല്ലേ. 50 നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 5001 to 5050 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? 50 നമ്പേഴ്സ് ഉണ്ടാകും. നമ്മൾക്ക് കാണേണ്ടത് 5001 to 5050 അല്ല, 5000 to 5050 ആണ് നമ്മൾക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഈ 5001 മുൻപ് 5000 കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒന്നിനെ കൂടെ നമ്മൾ കൂട്ടണ്ടേ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? ഈ 50ൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര നമ്പേഴ്സായി? 51 നമ്പേഴ്സ് ആയി. എത്ര നമ്പേഴ്സ് എന്നല്ല നമ്മൾക്ക് കാണേണ്ടത്, എത്ര കാർസ് എന്നാണ് കാണേണ്ടത് അല്ലേ. ഹൗ മെനി കാർസ്. അപ്പോൾ ഒരു കാറിന് ഒരു നമ്പർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ 51 നമ്പേഴ്സാണ് നമ്മൾക്ക് കിട്ടിയത് അല്ലേ. 51 നമ്പേഴ്സാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കാർസ് ഉണ്ടാകും? ഹൗ മെനി കാർസ് വേർ ഇൻ ദ റേസ്? 51 കാർസ് വേർ ഇൻ ദ റേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 5 4 0 7. ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ യു റൈറ്റ്? 5 4 0 7 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എല്ലാ 4 അക്ക സംഖ്യകളും എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനുശേഷം എന്ത് ചെയ്യുക? ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അബാക്കസ്. ഇതിൽ നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും വലിയ നമ്പർ അബാക്കസിൽ വരയ്ക്കുക. റൈറ്റ് ദിസ് നമ്പർ ഇൻ വേർഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വലിയ സംഖ്യ വേർഡ്സിൽ എഴുതുക. ഇത്രയും ക്വസ്റ്റ്യനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 5 4 0 7. 5 4 0 7 എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ 4 അക്ക സംഖ്യകളും ചെയ്യാനാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 5 4 0 7 യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ നമ്മൾക്ക് ഫസ്റ്റിൽ എഴുതാം. സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് തന്നെ നമ്മൾക്ക് എഴുതാം, അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 5 4 0 7 ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 0 ആണല്ലേ. അപ്പോൾ ഈ 0 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നമ്മൾക്ക് എഴുതാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 4. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ 4057. 4057. നെക്സ്റ്റ് നമ്പർ 4075. നെക്സ്റ്റ് 4507. നെക്സ്റ്റ് 4570. 4705. 4750. നെക്സ്റ്റ് 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 5047. 5074. 5407. 5470. 5704. 5740. നെക്സ്റ്റ് 7ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 7045. 7054. 7405. 7450.
7504, 7540. ഇനി നെക്സ്റ്റ് രണ്ടാമതായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി നമ്പേഴ്സ് ക്യാൻ യു റൈറ്റ്? എത്ര നമ്പേഴ്സ് എഴുതാൻ സാധിക്കും? എത്ര നമ്പേഴ്സാണ് നമ്മളിപ്പോൾ എഴുതിയത്? 6, 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6, 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6, 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 അല്ലേ? അപ്പോൾ 6 + 6 + 6 എത്രയാണ്? 18 നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അബാക്കസ്. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ അബാക്കസിൽ വരക്കാൻ. ഇതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ 7540 അല്ലേ? അപ്പോൾ 7540നെ നമ്മൾ അബാക്കസിൽ വരക്കുക. എങ്ങനെ വരക്കാം? 7000 ആണല്ലേ? അപ്പോൾ 1000 വരെയുള്ള സ്ഥാനങ്ങൾ വേണം, പ്ലേസസ് വേണം. അപ്പോൾ 4 പ്ലേസസ് വേണം അല്ലേ? 1, 2, 3, 4. ഇത് 1000 പ്ലേസ്, നെക്സ്റ്റ് 100 പ്ലേസ്, നെക്സ്റ്റ് 10s പ്ലേസ് ആൻഡ് 1s പ്ലേസ്. അപ്പോൾ ഏത് സംഖ്യയാണ് നമ്മൾക്ക് എഴുതുക? 7540 അല്ലേ? അപ്പോൾ 1000 പ്ലേസിൽ എത്ര ബീഡ്സ് വേണം? എത്ര കല്ലുകൾ വേണം? 7 ബീഡ്സ് വരയ്ക്കേണ്ടതുണ്ട്. 1, 2, 3, 4, 5, 6, 7. നെക്സ്റ്റ് 100 പ്ലേസിൽ 5 ആണ് അല്ലേ? 1, 2, 3, 4, 5. നെക്സ്റ്റ് 10s പ്ലേസിൽ 4 അല്ലേ? 1, 2, 3, 4. നെക്സ്റ്റ് 1s പ്ലേസിൽ ഒന്നും വേണ്ട അല്ലേ? 0 ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അബാക്കസ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അബാക്കസിൽ വരച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് ദിസ് നമ്പർ ഇൻ വേർഡ്സ്. ഈ നമ്പർ വേർഡ്സിൽ എഴുതുക. ഏത് നമ്പർ? 7540 അല്ലേ? അപ്പോൾ എങ്ങനെ വേർഡ്സിൽ എഴുതാം? അക്ഷരത്തിൽ എഴുതുക. 7540 ഇതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 to 10,100 which have 0 in the ones place. ones പ്ലേസിൽ 0 വരുന്ന 9999 മുതൽ 10,100 വരെയുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാമല്ലേ? 9999 ആണ് ഫസ്റ്റ് നമ്പർ അല്ലേ? അപ്പോൾ ഇത് 0യിൽ അവസാനിക്കുന്നതല്ല അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇത് വേണ്ട. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 10,000 അല്ലേ? അപ്പോൾ 10,000 നമ്മൾക്ക് ഫസ്റ്റ് നമ്പർ ആയിട്ട് എഴുതാം. 10,000. 10,000ന് 1s പ്ലേസിൽ 0 ആണല്ലോ. അപ്പോൾ 10,000 ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 10,000 1 അല്ല, 10,000 2 അല്ല. 1ഉം 2 അല്ല, 1ലും 2ലാണ് 1s പ്ലേസിൽ അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 10,010 അല്ലേ? നെക്സ്റ്റ് നമ്പർ 10,020. നെക്സ്റ്റ് 10,030. നെക്സ്റ്റ് 10,040. നെക്സ്റ്റ് 10,050, 10,060, 10,070, 10,080, 10,090, 10,100. Next, complete the patterns below. First one, A, 1,000, 150, 1,000, 200, 1,250, dash, comma, dash, comma, dash. എങ്ങനെ കാണാം നെക്സ്റ്റ് നമ്പർ? ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 1,150 അല്ലേ? ഈ 1,150യോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 1,200 ആകുന്നത്? 50 ആഡ് ചെയ്യുമ്പോഴല്ലേ? അപ്പോൾ 1,200നോട് വീണ്ടും 50 ആഡ് ചെയ്യുമ്പോഴാണ് 1,250 ആകുന്നത്. ഇനി നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 1,250യോട് 50 ആഡ് ചെയ്യുക. എത്ര കിട്ടും? 1,300, 1,350, 1,400, 1,450, 1,500. ഓക്കെ, നെക്സ്റ്റ് ബി. 1,500, 2,600, 3,700, ഡാഷ് കൊമ ഡാഷ് കൊമ ഡാഷ്. ഇതും ആഡ് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ് അല്ലേ? ഫസ്റ്റ് നമ്പറിനേക്കാളും വലിയ നമ്പറാണ് സെക്കൻഡ് നമ്പർ, അതിനേക്കാളും ലാർജാണ് തേർഡ് നമ്പർ അല്ലേ? അങ്ങനെ വരുമ്പോൾ ആഡ് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ്. എത്രയാണ് ആഡ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പർ 1,500നോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 2,600 ആകുന്നത്? നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? സെക്കൻഡ് നമ്പർ ആണല്ലോ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ 2,600ൽ നിന്ന് എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പർ 1,500 മൈനസ് ചെയ്യുക. എത്രയാണ് കിട്ടുക? 0, 0. 6ന്ന് 5 മൈനസ് ചെയ്താൽ 1 അല്ലേ?
2 1 മൈനസ് ചെയ്താൽ 1 1100 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് ആഡ് ചെയ്യുന്നത്? 1100 ആണ് 1500നോട് ആഡ് ചെയ്തിട്ട് 2600 ആകുന്നത്. ഇനി 2600നോട് 1100 വീണ്ടും ആഡ് ചെയ്തു 3700 ആയി. ഇനി നെക്സ്റ്റ് നമ്പർ വീണ്ടും 1100 ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 4800 5900 7000 8100 9200. ഓക്കെ, നെക്സ്റ്റ് സി 14500 15250 16000. മനസ്സിൽ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യാം അല്ലേ. ഈ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആഡ് ചെയ്ത് വരുന്ന പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിനേക്കാളും വലിയ നമ്പറാണ് സെക്കൻഡ് നമ്പർ അല്ലേ. ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യാം. അതായത് 15250 മൈനസ് 14500 അല്ലേ. മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 0 5 2 5 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 5 കടെടുക്കുന്നു അല്ലേ. അപ്പോൾ 5ൻ്റെ അടുത്ത് 4 ആയി, 12 ആയി. 12 5 മൈനസ് ചെയ്താൽ 7 ആണ്. ഇവിടെയൊക്കെ 0 ആകും അല്ലേ. 750 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിഫറൻസ് വരുന്നത് 750 ആണ്. 14500നോട് 750 ആഡ് ചെയ്യുമ്പോഴാണ് 15250 ആകുന്നത്. അതിനോട് വീണ്ടും 750 ആഡ് ചെയ്യുമ്പോഴാണ് 16000 ആകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കാണാൻ വേണ്ടി 16000നോട് 750 ആഡ് ചെയ്യുക. എത്ര കിട്ടും? 16750. നെക്സ്റ്റ് 17500. നെക്സ്റ്റ് 18250. നെക്സ്റ്റ് 19000. നെക്സ്റ്റ് 19750. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? എ നമ്പർ ബിറ്റ്വീൻ 4000 ആൻഡ് 5000. 4000നും 5000നും ഇടയിലുള്ള ഒരു സംഖ്യയിൽ ഏതോ ഒരു സംഖ്യയാണ്. ഫസ്റ്റ് ക്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത്. എ നമ്പർ ബിറ്റ്വീൻ 4000 ആൻഡ് 5000. 4000നും 5000നും ഇടയിലുള്ള സംഖ്യകളിൽ ഏതോ ഒരു സംഖ്യയാണ് ഞാൻ. അപ്പോൾ ഞാൻ ആരാണ്? അപ്പോൾ 4000നും 5000നും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 4001 to 4999 വരെ അല്ലേ. ഈ 4001 മുതൽ 4999 വരെ എല്ലാ സംഖ്യകളും ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യയാണ് അല്ലേ. 4ലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ക്ലൂവിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറഞ്ഞ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്, ആദ്യത്തെ നമ്പർ 4 ആണല്ലേ. പിന്നെ എന്തും കൂടി നമ്മൾക്ക് ക്ലൂ കൂടെ കിട്ടി. ഇത് 4 ഡിജിറ്റുള്ള 4 ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പറാണ്. 4000നും 5000നും ഇടയിൽ വരുന്ന നമ്പേഴ്സൊക്കെ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ 4 ഡിജിറ്റും ഉണ്ട്. ഫസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ഇനി സെക്കൻഡ് ക്ലൂ നോക്കാം. ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1000ൻ്റെ പ്ലേസിൽ, അതായത് 1000ൻ്റെ സ്ഥാനത്തെ നമ്പറിൻ്റെ ഇരട്ടിയാണ് ഏത്? വൺസ് പ്ലേസിലെ നമ്പർ. 1000ൻ്റെ സ്ഥാനത്തെ നമ്പറിൻ്റെ ഇരട്ടിയാണ് 1ൻ്റെ സ്ഥാനത്തെ സംഖ്യ. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് എന്താണ്? തൗസൻഡ്സ് പ്ലേസിൽ 4 ആണുള്ളത്. 4ൻ്റെ ഇരട്ടി എത്രയാണ്? ഡബിൾ എത്രയാണ്? 4ൻ്റെ ഡബിൾ 8 അല്ലേ. അപ്പോൾ വൺസ് പ്ലേസിൽ എത്രയായിരിക്കും? 8 ആണ് വൺസ് പ്ലേസിൽ. തൗസൻഡ്സ് പ്ലേസിൽ 4 കിട്ടി, വൺസ് പ്ലേസിൽ 8 കിട്ടി. ഇനി തേർഡ് ക്ലൂ നോക്കാം. തേർഡ് ക്ലൂ എന്താണ്? ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടെൻസ് പ്ലേസിലെ നമ്പർ തൗസൻഡ്സ് പ്ലേസിലെ നമ്പറിൻ്റെ പകുതിയാണ്. അപ്പോൾ തൗസൻഡ്സ് പ്ലേസിൽ 4 ആണല്ലേ. 4ൻ്റെ പകുതി എത്രയാണ്? 2. അപ്പോൾ നമ്മൾക്ക് ടെൻസ് പ്ലേസും കിട്ടി. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് 100 പ്ലേസ് ആണ് കിട്ടാനുള്ളത്. അതുകൂടി നോക്കാം. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 19. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ക്ലൂ? എന്താണ്? ഈ നമ്പേഴ്സൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 19 കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് കൂട്ടാം അല്ലേ, ആഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുക? 4 + 2 6 ആണ്. 6 + 8 14 ആണല്ലേ. എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ നമ്പേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ 19 ആണ് വേണ്ടത്. നമ്മൾക്കിപ്പോൾ കിട്ടിയത് 14 ആണ്. അപ്പോൾ ഈ 19ൽ നിന്ന് എന്ത് ചെയ്യാം? 19 - 14 കാണാം. 19 - 14 എത്രയാണ്? 5 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര നമ്മൾക്ക് എഴുതാം? 5 എഴുതാം. അപ്പോൾ ഏതാണ് സംഖ്യ? ഏതാണ്? ഹൂ ആം ഐ? ഞാൻ ആരാണ്? 4528. അപ്പോൾ ഹൂ ആം ഐ? ഞാൻ ആരാണ്?
4528. Okay. Next, sixth question. Find the number. Number കണ്ടുപിടിക്കുക. Starting from 9999, if we subtract 1000 again and again, what would be the eighth number? എന്താണ്? Starting from 9999. 9999 തുടങ്ങി. If we subtract 1000 again and again, 1000 കുറച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എട്ടാമത് കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 9999 അല്ലേ, 9999 നിന്ന് എത്ര കുറക്കുന്നു, എത്ര സബ്ട്രാക്ട് ചെയ്യുന്നു, 1000 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടും, 9998 8999 അല്ലേ, 8999. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഏതാണ്, ഫസ്റ്റ് നമ്പർ 9999, സെക്കൻഡ് നമ്പർ 8999 അല്ലേ. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും 1000 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക, 7999 അല്ലേ. അപ്പോൾ തേർഡ് നമ്പർ 7999, ഫോർത്ത് നമ്പർ ഏതായിരിക്കും 6999, ഫിഫ്ത്ത് 5999, സിക്സ്ത്ത് 4999, സെവൻത്ത് 3999, എയ്ത്ത് 2999. അപ്പോൾ എയ്ത്ത് നമ്പർ ഏതാണ്, 2999. വാട്ട് വുഡ് ബി ദ എയ്ത്ത് നമ്പർ, എട്ടാമത്തെ സംഖ്യ ഏതാണ്, 2999. ഓക്കെ. വീണ്ടും ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഈ സബ്ട്രാക്ട് 100 ഇൻസ്റ്റഡ്, ഈ 1000 പകരം നിങ്ങൾ 100 കുറക്കുന്നെങ്കിൽ ഫിഫ്ത്ത് നമ്പർ ഏതായിരിക്കും, അഞ്ചാമത്തെ സംഖ്യ ഏതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് ഏതാണ്, 9999 അല്ലേ. ഇതിൽ നിന്ന് എത്രയാണ് കുറക്കാൻ പറഞ്ഞിരിക്കുന്നത്, 100 ആണ് കുറക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് കിട്ടുക, 9989 അല്ലേ. 9899 ആണ് രണ്ടാമത്തെ സംഖ്യ അല്ലേ. ഫസ്റ്റ് സംഖ്യ തന്നെയാണ്, ഫസ്റ്റ് നമ്പർ ഇതാണ്, സെക്കൻഡ് നമ്പർ ഇതാണ്. ഇനി ഇതിൽ നിന്ന് വീണ്ടും 100 കുറച്ചാൽ എത്രയായിരിക്കും, 9899 മൈനസ് 100 എത്രയായിരിക്കും, 9979 അല്ലേ, 9799. ഇത് തേർഡ് നമ്പർ. നെക്സ്റ്റ് ഫോർത്ത് നമ്പർ ഏതാണ്, 9699, സിക്സ്ത് നമ്പർ 9599. ഓക്കെ. അപ്പോൾ ഇഫ് വി സബ്ട്രാക്ട് 100 ഇൻസ്റ്റഡ്, വാട്ട് വുഡ് ബി ദ ഫിഫ്ത്ത് നമ്പർ. നമ്മളിങ്ങനെ ഈ 9999 നിന്ന് 1000 പകരം 100 കുറച്ചു അല്ലേ, 100 കുറച്ച് അങ്ങനെ 5 പ്രാവശ്യം 100 കുറച്ചു. അപ്പോൾ ഫിഫ്ത്ത് ആയിട്ട് കിട്ടിയ ഫിഫ്ത്ത് നമ്പർ ഏതാണ് നമ്മൾക്ക് കിട്ടിയത്, 9599 അല്ലേ. ഓക്കെ. ഇനി നിങ്ങളോട് മേക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുപോലെയുള്ള ചോദ്യം അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത എന്താണ്, 9999 നിന്ന് 1000 കുറച്ചുകൊണ്ടിരുന്നു അല്ലേ. എന്നിട്ട് എട്ടാമത്തെ സംഖ്യ കണ്ടു. രണ്ടാമത് ചെയ്യാൻ പറഞ്ഞത് 9999 നിന്ന് 100 കുറക്കാൻ പറഞ്ഞു, അഞ്ചാമത്തെ സംഖ്യ കണ്ടു അല്ലേ. അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള നമ്പർ കണ്ടെത്തി അതിൽ നിന്ന് നമ്പേഴ്സ് കുറച്ച് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത്ത് ക്വസ്റ്റ്യൻ. എമംഗ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 ആൻഡ് 1100 ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? 1000 മുതൽ 1100 വരെ എത്ര നമ്പേഴ്സ് 0യിൽ അവസാനിക്കുന്നു? അപ്പോൾ നമ്മൾക്ക് എഴുതി നോക്കാം അല്ലേ. 1000 കഴിഞ്ഞാൽ പിന്നെ 1010, നെക്സ്റ്റ് 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100 അല്ലേ. അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്, 11 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ 11 നമ്പേഴ്സാണ് 0യിൽ അവസാനിക്കുന്നത്. ഏത് മുതൽ ഏത് വരെ, 1000 to 1100 വരെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ത്ത് ക്വസ്റ്റ്യൻ. ഇഫ് വി റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50, ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? നമ്മൾ 1 to 50, 1 മുതൽ 50 വരെ എഴുതുമ്പോൾ ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? 2 അതായത് 2 എത്ര തവണ എഴുതുന്നുണ്ട് നോക്കാമല്ലേ. ഫസ്റ്റ് 2ൽ 1 ടൈം, 12 1 ടൈം ഒരു തവണ, നെക്സ്റ്റ് 20 അല്ലേ, അതിലും ഒരു തവണ, നെക്സ്റ്റ് 22 ഇതിൽ 2 ടൈംസ് 2 എഴുതുന്നുണ്ട്, നെക്സ്റ്റ് 32
42. എത്ര തവണ വരുന്നുണ്ട് 2? 1 2 3 4 5 6 7 അല്ലേ? 7 ടൈംസ് അല്ലേ? ഹൗ മെനി ടൈംസ്? 7 ടൈംസ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് വി റൈറ്റ് അപ് ടു 100. 100 വരെ എഴുതുന്നതാണെങ്കിലോ എത്ര തവണ 2 വരും? അപ്പോൾ 100 വരെ എഴുതി നോക്കാം അല്ലേ? 2 വരുന്ന നമ്പേഴ്സ് എഴുതി നോക്കാം. 2 12 20 22 32 42 52 62 72 82 92. എത്ര തവണ, എത്ര ടൈംസ് വരുന്നുണ്ട്? 12 ടൈംസ്, 12 തവണ. നെക്സ്റ്റ്, ഇഫ് വി കൗണ്ട് ദ 3s ഇൻസ്റ്റെഡ് ഓഫ് ദ 2s, അതായത് ഈ 2ക്ക് പകരം നമ്മൾ 3 ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ, 3 ആണ് എണ്ണുന്നതെങ്കിൽ, വുഡ് ദ നമ്പർ ബി ദ സെയിം? നമ്പർ സെയിം ആയിരിക്കുമോ? അതായത് നമ്മളിപ്പോൾ 1 to 50 വരെ 2 കൗണ്ട് ചെയ്തല്ലോ, എത്ര 2s വരുന്നുണ്ടെന്ന്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? 1 to 50 വരെ 3 വരുന്ന നമ്പേഴ്സ് എഴുതാം. അപ്പോൾ 3 വരുന്ന നമ്പേഴ്സ് 1 to 50 വരെ 3 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 30 23 30 33 43 അല്ലേ? അതിൽ എത്ര 3s വരുന്നുണ്ട്? 7 ടൈംസ് തന്നെയാണ് അല്ലേ? 7 ടൈംസ് 7 തവണയാണ് 3s എഴുതുന്നത്. അപ്പം 2ലും 3ലും സെയിം തന്നെയാണ് എണ്ണം വരുന്നത് അല്ലേ? കൗണ്ട് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ 100 വരെ എഴുതി നോക്കാം. 100 വരെ എഴുതുമ്പോൾ എത്ര 3? 1 to 100 വരെ എഴുതുന്ന സമയത്ത് എത്ര 3s ആണ് വരുന്നത്? ഹൗ മെനി 3s? 3 13 23 30 33 43 53 63 73 83 93 അല്ലേ? അപ്പോൾ ഇതിൽ എത്ര 3s വരുന്നുണ്ട്? 12 ടൈംസ് തന്നെയാണ് 3s വരുന്നത് അല്ലേ? അപ്പോൾ 100 വരെ എഴുതുമ്പോഴും 12 ടൈംസ് തന്നെയാണ് വരുന്നത്. സെയിം തന്നെയാണ് അല്ലേ? യെസ്. ഓക്കെ. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, റൈറ്റ് ഓൾ 2-digit numbers that can be formed with the digits 1 and 2 without repetition. എന്താണ്? എല്ലാ രണ്ടക്ക സംഖ്യകളും ഏത് യൂസ് ചെയ്തിട്ട്? വിത്ത് ദ ഡിജിറ്റ്സ് 1 and 2, 1ഉം 2ഉം ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളും വിത്തൗട്ട് റിപ്പീറ്റേഷൻ, ആവർത്തിക്കാതെ, അതായത് 1 2 ആവർത്തിക്കാതെ എഴുതാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2-digit നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന 2-digit നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ 12 അല്ലേ? നെക്സ്റ്റ് 21. എത്ര എണ്ണം മാത്രമേ ഉള്ളൂ? കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പർ. എണ്ണിയിട്ട് എത്ര എണ്ണം എന്ന് എഴുതുക. എത്ര എണ്ണമാണ് വരുന്നത്? 12ഉം 21ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 നമ്പേഴ്സ് അല്ലേ? 2 നമ്പേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ഓൾ 3-digit numbers ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ്സ് 1 2 ആൻഡ് 3 വിത്തൗട്ട് റെപ്പിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എഴുതിയത് 2-digit നമ്പേഴ്സ് ആണ് അല്ലേ? 1ഉം 2ഉം യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന 2-digit നമ്പേഴ്സ് ആണ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ എഴുതിയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 1ഉം 2ഉം 3യും യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന 3-digit നമ്പേഴ്സ്, 3 അക്ക സംഖ്യകൾ, അതായത് 1ഉം 2ഉം 3യും ആവർത്തിക്കാതെ രണ്ട് തവണയൊന്നും എഴുതാൻ പാടില്ല, ഒരു തവണ മാത്രം യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ 3 അക്ക സംഖ്യകളും എഴുതുക. എന്നിട്ട് കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പർ. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 1ഉം 2ഉം 3യും യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന 3-digit നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ 1 2 3, അതായത് 123. നെക്സ്റ്റ് 132. നെക്സ്റ്റ് 213. നെക്സ്റ്റ് 231. നെക്സ്റ്റ് 312 321. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പർ. എത്ര എണ്ണമാണ് എണ്ണിയിട്ട് എത്രയാണ് കിട്ടുന്നത്? 1 2 3 4 5 6 അല്ലേ? 6 നമ്പേഴ്സ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് റൈറ്റ് ഓൾ 4-digit numbers that can be formed with the digits 1 2 3 and 4 without repetition. ഇതേപോലെ നമ്മൾ മുകളിൽ ചെയ്തത് 1ഉം 2ഉം 3യും യൂസ് ചെയ്തിട്ട് 3-digit നമ്പേഴ്സ് ആണ് എഴുതിയത് അല്ലേ? ഇനി ചെയ്യേണ്ടത് 1ഉം 2ഉം 3യും 4ഉം ഉപയോഗിച്ചിട്ട് 4-digit നമ്പേഴ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ, ആവർത്തിക്കാതെ, അതായത് 1 2 3 4 രണ്ട് തവണയൊന്നും എഴുതാൻ പാടില്ല, ഒരു തവണ മാത്രം എഴുതിയിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ 4 അക്ക സംഖ്യകളും എഴുതാനാണ്
പറഞ്ഞിരിക്കുന്നത് കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പർ. എന്നിട്ട് എണ്ണിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുകൂടി എഴുതുക. ഓക്കെ, എഴുതാമല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? അപ്പോൾ ഫസ്റ്റിൽ 1 2 3 4 എഴുതിയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 1234 അല്ലേ? നെക്സ്റ്റ് 1243, 1324, 1342, 1423, 1432. നെക്സ്റ്റ് 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2134, 2143, 2314, 2341, 2413, 2431. Next 3124, 3142, 3214, 3241, 3412, 3421. Next 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4123, 4132, 4213, 4231, 4312, 4321. കൗണ്ട് ദം ആൻഡ് റൈറ്റ് ദെയർ നമ്പർ. എത്ര എണ്ണം ഉണ്ട് ഇത്? 24 നമ്പേഴ്സ്, 24 എണ്ണം. ഓക്കെ, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതൊക്കെ കണ്ടെത്തി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.